ഹായ് എവരിവൺ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് ചായക്ക് വെള്ളം വെച്ച് തീയൊക്കെ ഓൺ ചെയ്ത് ഞാൻ എന്നും വെറും വയറ്റിൽ കറുകാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി കറുകാപ്പട്ടൊക്കെ ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് അതൊരു ഗ്ലാസ്സും കുടിച്ചു. പിന്നെ മോൾക്ക് മദ്രസയിലേക്ക് പോകണം 7 മണിയാകുമ്പോഴേക്ക്. അപ്പോൾ അവൾക്ക് രാവിലെ എണീറ്റ് പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 ബ്രെഡ് എടുത്തിട്ട് ഒരു സാൻഡ്വിച്ച് ആക്കിയിട്ട് അതാണ് അവൾക്ക് കൊടുത്തത്. കറുകാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇത് കുടിക്കൽ തുടങ്ങിയത്. അങ്ങനെ അവൾക്ക് ബ്രെഡ് കൊടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും പുട്ടുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോട്ടക്കൽ കോളേജിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീർക്കണമായിരുന്നു. അങ്ങനെ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ എന്നും മഴക്കാലമായതുകൊണ്ട് ഇതാണ് അവസ്ഥ. മുറ്റത്തൊരു പിലാവ് ഉള്ളതുകൊണ്ട് ഫുള്ള് ചമ്മലായിരിക്കുന്നു. അങ്ങനെ മുറ്റടിച്ചേരി കഴിഞ്ഞതിന് ശേഷം മുറ്റത്തുള്ള ആ ഒരു ചെടികളും എല്ലാം പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നിന്ന് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി പോയി. ഒരു രസം ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് ഇങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞതിന് ശേഷം മോൾക്കും മോനും സ്കൂൾക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് ലഞ്ചിന് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതൊക്കെ അടിച്ചു വാരിക്കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പണികളുണ്ട്. മോള് മദ്രസ ഇട്ട് വന്ന് അവളെ സ്കൂളിലേക്കുള്ള പറഞ്ഞയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടച്ച് അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഡ്രസ്സ് പോകുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട് ഒരു കോഡ് സെറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബാഗും കുറച്ച് വാളറ്റും പിന്നെ കുട ഇതൊക്കെ എടുത്തു. മഴ വിചാരിച്ച് കുടയൊക്കെ എടുത്ത് പിന്നെ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങളത് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ ബൈക്കിൽ ആണ് ഞാൻ വന്നിട്ട് ബൈക്ക് അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്നാണ് തിരൂർ കോട്ടക്കൽ ബസ് കയറാണ് ഉണ്ടായത്. അപ്പോൾ അവൾ ഇപ്രാവശ്യം കോളേജിൽ ചേർന്നതാണ്, ഫസ്റ്റ് ഇയർ. അപ്പോൾ അവിടെ അവർ ചേർന്ന് വന്നാൽ അപ്പോൾ ഇന്നൊരു പാരൻസിൻ്റെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെയും കൊണ്ടാണ് പോയത്. അപ്പോൾ കോട്ടക്കൽ പറപ്പൊരു ബസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളോട്ട് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രിൻസിപ്പാളിൻ്റെയും കുറച്ച് അവരുടെ ഒരു വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഈ സിലബസിനെ കുറിച്ചും 4 ഇയർ ആയതിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞു തന്നു പാരൻസിനോട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വെയിലായിരുന്നു. തിരിച്ച് കോളേജ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കോളേജൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ കാലം ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് നമ്മൾ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ ഇവർക്ക് ഫസ്റ്റത്തെ ഒരു ഡേ ആയതുകൊണ്ട് സീനിയേഴ്സിൻ്റെയൊക്കെ കുറേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അവർ ലഡു മിഠായും വെള്ളമൊക്കെ ആയിട്ട് പല കളറിൽ പാർട്ടിക്കനുസരിച്ചുള്ള കളറുകളൊക്കെ ആയിട്ട് ഒരുപാടൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് തന്നവർ. അങ്ങനെ തിരിച്ച് ഒരു 10 മിനിറ്റോളം ബസ് കയറാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോളം റോഡിലൂടെ നടക്കണം. ഞങ്ങളങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഓട്ടോക്കെ ആയിരുന്നു. തിരിച്ചു പോയപ്പോൾ ഞങ്ങളങ്ങനെ നടന്നു പോയി. പക്ഷേ കുടയൊക്കെ എടുത്തു തന്നെ ഉള്ളൂ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത്. ഞങ്ങളാകെ ക്ഷീണിച്ചു വെയിലായതുകൊണ്ട് തന്നെ. പിന്നെ പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയേനു എന്നുള്ളൊരിതായി. മയക്കാണെങ്കിൽ എവിടെയും ഷോപ്പിലൊക്കെ കയറണം വിചാരിച്ച് സാവധാനം പോകണം വിചാരിച്ചു. പക്ഷെ അതിനൊന്നും നിന്നില്ല. പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നായപ്പോൾ പെട്ടെന്ന് ബസ്സൊക്കെ കയറി വീട്ടിൽ പോയി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോയത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉപ്പയും ഉമ്മയും ഞാനും കൂടെ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഭയങ്കര ഒരു കോറിയാണ്. പക്ഷേ മഴയൊക്കെ പെയ്തത് കാരണം അതിൽ വെള്ളവും നല്ലൊരു പച്ചപ്പൊക്കെ ഫീൽ ചെയ്തിട്ട് നല്ലൊരു പ്രകൃതി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി കണ്ട് പിന്നെ ഇവിടെയൊക്കെ എത്തിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വിളിക്കാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞാൻ എന്നെ ഉപ്പയും ഉമ്മയും കൂടെ എൻ്റെ വീട്ടിലോട്ട് ആക്കിയപ്പോൾ പിന്നെ മരുബാങ്ക് കൊടുത്തിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴേക്കും വീട്ടിൽ എനിക്ക് ഉമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ മക്കൾ വന്നപ്പോൾ അവർ മക്കളെ അടുത്തുണ്ടായിരുന്നു. പിന്നെ രാത്രി മോനെ മദ്രസ ഉണ്ടായിരുന്നു, അവനങ്ങനെ പോയി. അങ്ങനെ ആ ഒരു ഡേ ഇങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു. പക്ഷേ ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാതെ പോവാറുണ്ട്.
ഇതുപോലൊരു സ്ഥലം ഞാനിതുവരെ പറയുമ്പോൾ എൻ്റെ തൊട്ടടുത്താണിത്, എന്നിട്ട് പോലും ഞാനിത് കണ്ടിട്ടില്ല. അനിയന്മാരൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത് കൂളായിട്ട് അറിയാം. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണണം. അങ്ങനെ ഓക്കെ, ബൈ.